ഡെന്റൽ ക്ലീനിങ് എല്ലാവർക്കും വേണം പറയാറുണ്ട്. എന്താണ് ഡെന്റൽ ക്ലീനിങ് സംഭവിക്കാറുള്ളത്? അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞാലോ? എൻ്റെ പേര് ഡോക്ടർ സ്കീപ് ഇബ്രാഹിം. ഞാൻ ഒരു ഓർത്തോഡോണ്ടിസ്റ്റാണ്. ക്ലീനിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ് ചെയ്യുന്ന മെയിൻ ഇൻസ്ട്രുമെൻ്റ് പേരാണ് അൾട്രാസോണിക് സ്കെയിലർ. അൾട്രാസോണിക് സ്കെയിലർ ആസ് എ നെയിം സജസ്റ്റ്, അത് ആ വൈബ്രേഷൻസ്, അൾട്രാസോണിക് വൈബ്രേഷൻസ് കാരണം പല്ലിടയ്ക്കുള്ള അഴുക്കും അതുപോലെ തന്നെ കാൽക്കുലസ് ആസ് വെൽ ആസ് സ്റ്റെയിൻസ് ഇതൊക്കെ റിമൂവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളൂ ഈ സ്കെയിലർ കാരണം. അപ്പോൾ എല്ലാവരും ഡൗട്ട്, ഇനാമൽ ഇത് കാരണം ഡാമേജ് ആയി പോകും, നമ്മുടെ പല്ല് തേഞ്ഞു പോകും, സ്കെയിലിംഗ് ചെയ്യുന്നത് നല്ലതാണോ, ഇങ്ങനെ പല ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പലരും ചെയ്യാതിരിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാസോണിക് സ്കെയിലർ ആയിട്ട് ആ സോണിക് വൈബ്രേഷൻസ് കാരണം ഈ അഴുക്കും അതുപോലെ സ്റ്റേറ്റ്സ് മാത്രമേ ഈ നമ്മുടെ സ്കെയിലർ കൊണ്ട് പറ്റുള്ളൂ. സോ അതിനെപ്പറ്റി നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറെ ക്ലീൻ ചെയ്തില്ല കുഴപ്പം, ഇങ്ങനെ പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ക്ലീനിങ് മെയിൻലി നമ്മൾ ഭംഗിക്ക് വേണ്ടിയല്ല ചെയ്യുന്നത്. അവിടുത്തെ കോളനൈസേഷൻസ് ഓഫ് ബാക്ടീരിയ അല്ലെങ്കിൽ ഈ കാൽക്കസ് എന്ന് പറയുന്ന സംഭവം റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മോൺ ഇറങ്ങിപ്പോകും. അതുപോലെ ഭാവിയിൽ ജിഞ്ചവൈറ്റിസ് അല്ലെങ്കിൽ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസിലൂടെ പോകാം. അത് പ്രിവെൻറ്റീവ് മെത്തേഡാണ് ഈ ക്ലീനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സ്കെയിലിംഗ് കാരണം എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളതൊക്കെ ചെയ്യാൻ പറ്റാതെയുണ്ടോ? യെസ്. വൺ ഇസ് പേസ് മേക്കർ ഉപയോഗിക്കുന്നവർ ഇത് വിത്ത് കോഷൻ, അതായത് നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിനെ ചോദിച്ചിട്ട് ഇത് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ പേസ് മേക്കേഴ്സിന് ഇതിന് ഷീൽഡ് ഉണ്ടെന്ന് കേട്ടിട്ടില്ല. സോ അതുകൊണ്ട് പറ്റുമായിരിക്കും, പക്ഷേ അത് നിങ്ങൾ കാർഡിയോളജിസ്റ്റിൻ്റെ കൺസെൻറ്റോടെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും പേസ് മേക്കർ ഉള്ളവർ നോട്ട് ചെയ്യാം. അതുപോലെ ഹിയറിംഗ് എയ്ഡ്സ് ഉള്ളവർക്ക് ചിലപ്പോൾ ഇതൊരു ഡിസ്റ്റർബൻസ് വരുമായിരിക്കും. ബിക്കോസ് അൾട്രാ സോണിക് വൈബ്രേഷൻസ് കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഏത് കണ്ടീഷനും ഉപയോഗിക്കാം, പക്ഷേ ചില ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കോഷൻ എടുത്തിട്ട് ചെയ്യും. അപ്പോൾ അടുത്ത ഡൗട്ട്, എത്ര നാൾ കൂടിയാണ് ക്ലീനിങ് അല്ലെങ്കിൽ സ്കെയിലിംഗ് ചെയ്യേണ്ടത്? നോർമലി ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഉൾഭാഗം, അതായത് മെയിൻലി ലോ ടീത്തിൻ്റെ ലിക്വൽ സൈഡ് അല്ലെങ്കിൽ ആ നാക്കിന് ഭാഗത്ത് ഈ കക്ക അല്ലെങ്കിൽ പറഞ്ഞ പോലെ കറ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബിക്കോസ് അവിടെ ബ്രഷ് എത്തില്ല, ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 6 months അല്ലെങ്കിൽ 1 year വരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്ലീൻ ചെയ്യണം. ഇനി ഇത് വേരി ചെയ്യാവുന്നത് ഓരോരുത്തരുടെ ഓറൽ ഹൈജീൻ അനുസരിച്ച് വ്യത്യാസം വരാം. നിങ്ങൾ ഡോക്ടറെ കാണിക്കുമ്പോൾ അവരോട് ചോദിച്ചിട്ട് അതനുസരിച്ച് ഈ ഒരു കാലാവധിയിൽ ക്ലീൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ്സ് മനസ്സിലായത്. അപ്പോൾ ക്ലീനിങ് ഇനി പേടിയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി സ്ഥിരം ഇതിൽ ക്ലീൻ ചെയ്യുന്നു, ഡോക്ടറെ കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് പ്ലീസ് ഫോളോ.